ഹലോ ഗൈസ്, ഡിഡ് യു നോ നമ്മൾ ഫേസ്ബുക്കിൽ ഒരാളുടെ പോസ്റ്റിന് സ്റ്റാർ കൊടുക്കുമ്പോൾ അത് ചെറിയ രീതിയിൽ നമുക്ക് ഒരു സപ്പോർട്ട് തന്നെയാണെന്ന്. ഫേസ്ബുക്കിൽ സ്റ്റാർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എനിക്കൊരു സ്റ്റാർ തന്നാൽ അത് ബേസിക്കലി അത് എനിക്കൊരു ചെറിയൊരു ഏണിങ്സ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സ്റ്റാർ കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കാമോ എന്ന്. ഞാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് FBയുടെ പോളിസി അനുസരിച്ചിട്ട് അങ്ങനെ ചോദിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരാൾ നമുക്ക് സ്റ്റാർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അവർക്ക് സ്റ്റാർ തിരിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? ഇല്ല, അങ്ങനെ ചെയ്യരുത്. പകരം നമ്മൾ അവരുടെ പോസ്റ്റിൽ, അവരിടുന്ന പോസ്റ്റിൽ പോയി കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയൊരു ഹെൽപ്പാകും. അത് സത്യത്തിൽ പറഞ്ഞാൽ സോ നാച്ചുറലി അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്, ശരിയല്ലേ? എന്ന് വെച്ച് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാർ തന്നത് എപ്പോഴോ ചിലപ്പോൾ ഒരു 1 വീക്ക് മുന്നേ ആയിരിക്കാം സ്റ്റാർ തന്നത്. അത് എനിക്ക് ആ റീൽസ് കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് ഞാനത് പൊതുവെ സ്റ്റാർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ഞാൻ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ തിരിച്ച് ആഗ്രഹിച്ചത് കൊണ്ടല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ പോസ്റ്റിന് കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് നിങ്ങൾ തന്നാൽ ഞാൻ ചിലപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതൊരു മ്യൂച്വൽ ഗ്രോത്ത് എന്ന് തന്നെ ഇതിനെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നതാണ്. ഈ സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റാർ ചാലഞ്ചസ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും എന്നെ സഹായിച്ച് സ്റ്റാർ തന്ന് സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.